ഹലോ അസ്സാമലൈക്കും. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ 5:45 ക്ലോക്കൊക്കെ ഒന്ന് കാണിച്ചെന്നതാ, സമയമൊക്കെ ഒന്ന് കണ്ടട്ടെ വെച്ചിട്ട്. അപ്പോൾ ഉമ്മച്ചി രാവിലെ തേങ്ങ വറുക്കുന്നത്. അപ്പോൾ ഇന്നെന്താ വെച്ചാൽ ഇന്ന് മോൻ്റെ മുടി കളയലാണ്. അപ്പോൾ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ആ സമയത്തേക്ക് ചിക്കൻ കറിയും പൊറോട്ട വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, പത്തിരി ഉണ്ടാക്കണം. അപ്പോൾ വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഒരു തിരക്കപ്പാടിൽ രാവിലെ. അപ്പം ഞാനൊന്ന് അടുക്കളയിലേക്കൊന്ന് വന്ന് നോക്കിയതാണ്. എന്നൊന്നും ചെയ്യിപ്പിക്കില്ല, എന്നാലും ഒന്ന് വന്ന് നോക്കാമല്ലോ. പിന്നെ എന്താ, എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് വേവിച്ചിട്ട് തേങ്ങ വറുത്തരച്ച് കറി വെക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ കടയിൽ പൊറോട്ട ഏൽപ്പിച്ചതാണ്. കുട്ടികൾ മദ്രസ വിട്ട് വരുമ്പോൾ അവർ വാങ്ങാമെന്ന് പറഞ്ഞു. പിന്നെ ഉമ്മച്ചി ഇതാ പത്തിരിക്കുള്ളത് എന്താ പറയുക ഉരുട്ടിയെടുക്കുവാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഉമ്മച്ചി കറിയൊക്കെ അടുപ്പത്ത് വെച്ച് തേങ്ങ അരച്ചു ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഇന്ന് രാവിലെ ഫുള്ള് തിരക്കായി പോയിട്ടാണ്. എന്താ പറയുക, നമ്മൾ പ്രസവിച്ചവരുണ്ടാകുമ്പോൾ ഉമ്മമാർക്ക് കുറച്ചുകൂടെ പണി കൂടുതലാണല്ലോ. അപ്പോൾ പിന്നെ ഉമ്മച്ചി ചോദിച്ച് പഴം പുഴുങ്ങാണ്ട് ചോദിച്ചപ്പോൾ ഞാൻ പഴം വേണ്ട, എനിക്ക് പത്തിരി മതി, എന്തായാലും കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ പത്തിരിയും ചിക്കൻ കറിയും കഴിച്ചു. അപ്പോൾ രാവിലെ കേട്ടോ, അപ്പോൾ അത് തിന്നാൻ വിചാരിച്ചു. പിന്നെ ഉമ്മച്ചി വെള്ളമൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം കുളിയും കൂടെ കഴിഞ്ഞാൽ എൻ്റെത് അങ്ങോട്ട് കഴിയുമല്ലോ. പിന്നെ ഇപ്പോൾ എണ്ണ തേച്ച് കുളിക്കാനും തുടങ്ങിയിട്ടില്ല. സർജറി ആയതുകൊണ്ട് എണ്ണ തേച്ച് കുളിക്കാനായിട്ട് ഇനി ഹോസ്പിറ്റലിൽ ഒന്ന് പോയി കാണിച്ച് 15 ദിവസം കഴിഞ്ഞിട്ട് കാണിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ തിങ്കളാഴ്ചയാണ് കാണിക്കേണ്ടത്. അപ്പോൾ തിങ്കളാഴ്ച ഡോക്ടർ ഇല്ലെങ്കിൽ ബുധനാഴ്ച പോയി കാണിക്കണം. അപ്പോൾ കാണിച്ചിട്ട് എന്താ വെച്ചാൽ അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞതാ ഫ്രഷായി ഒന്ന് വന്നു. പിന്നെ നമ്മൾ ഇന്നലെ തൊട്ടിൽ വാങ്ങിച്ചിരുന്നു കേട്ടോ. അപ്പോൾ തൊട്ടിൽ ഇപ്പം കിടത്തണമൊന്നുമില്ല, പക്ഷേ എന്താ പറയുക, മുടി കളിച്ചിൽ കഴിഞ്ഞാൽ നമുക്ക് തൊട്ടിൽ കിടത്താൻ പറ്റും. അപ്പോൾ അങ്ങനൊരു നമ്മളൊരു വിശ്വാസം. അപ്പോൾ എന്താ പറയുക, പിന്നെ തൊട്ടിലൊക്കെ കെട്ടിയിട്ടുണ്ട്. ഒരു ഇഷ്ടത്തിന് വേണ്ടി കെട്ടിയതാട്ടോ, ഒന്ന് കിടത്തി നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളെന്തായാലും മക്കൾ നമ്മളെ കൂടെ തന്നെ ആണല്ലോ കിടത്തുക. അപ്പോൾ ഇനി മോനൊന്ന് മാറ്റി കൊടുക്കണം, ഡ്രസ്സൊന്ന് മാറ്റി കൊടുക്കണം. ഇന്നലെ രാത്രി നല്ല പെരും മഴയായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ ഷട്ടർ ഇട്ട് കൊടുത്തിട്ടില്ല, രാത്രി പോയി ഷട്ടറൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ല ഉറക്കാണ് ആൾ. പിന്നെ മോള് മദ്രസ വിട്ട് വന്നു, പൊറോട്ടയൊക്കെ കൊണ്ടുവന്നു. അതൊക്കെ കാസറോളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മോനെ മാറ്റി കൊടുത്തു. അപ്പോൾ കുളിപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഒന്ന് തുടച്ച് വൈപ്സും കൊണ്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത്. അപ്പോൾ ഒരു വരുമ്പം മുടി കളയാൻ പാകത്തിന് പിന്നെ പാലൊക്കെ കൊടുത്തൊന്ന് ഉറക്കി കഴിഞ്ഞാൽ കരയൂലല്ലോ വിചാരിച്ചിട്ട് ഉറക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇത് ഇന്നലെ കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ ഇത് ഞാനന്ന് സാധനം മേടിക്കുമ്പോൾ ഇതൊക്കെ മറന്നു പോയിരുന്നു കേട്ടോ വാങ്ങാൻ. പിന്നെ ചരട്, കരിവള, അതൊക്കെ മറന്നു പോയിരുന്നു. അപ്പോൾ ഇന്ന് മുടി കളയൽ കഴിഞ്ഞിട്ട് കെട്ടിക്കൊടുക്കുക വിചാരിച്ചിട്ട് അപ്പോൾ ഇന്നലെ അത് വാങ്ങുമ്പോൾ ഇതൊക്കെ വാങ്ങിപ്പിച്ച്. അപ്പോൾ അതൊക്കെ സെറ്റായി. അത് പിന്നെ കപ്പ് പൗഡർ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇത് ചെയ്ത് കൊടുക്കൂലേ, നമ്മളെ പുരികത്തുമ്പിലൊക്കെ അതിനുള്ള ആ സംഭവമാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്താ പറയുക, അതൊക്കെ റെഡിയായി. പിന്നെ മോളിതാ വാവനെയും കൊണ്ട് കളിപ്പിക്കുകയാണ്. ഒരിക്കൽ പിന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ എന്താ പറയുക, കുട്ടി ഈ ഒരു പ്രായത്തിലല്ലേ ഒരു കുഞ്ഞാവനെ കിട്ടണേ. അപ്പോൾ ശരിക്കും ഞാൻ നോക്കണ പോലെയാണ് ഓൾ നോക്കണത്. അപ്പോൾ ഒരു ഉമ്മാൻ്റെ സ്ഥാനം എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെയാണ് കേട്ടോ. ഒരു ഏജ് കണക്കാക്കുമ്പോൾ. പിന്നെന്താ, അപ്പോൾ പിന്നെ മോൻ്റെ കളയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബിസ്മിയും കൂട്ടി ഓൻ ചെയ്യുന്നുണ്ട്, നമ്മളും ബിസ്മി കൂട്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ നോക്കുന്നുണ്ട്. ഒരു കണ്ടിട്ടില്ല ഇതുവരെ കേട്ടോ, മുടി കളയിലൊന്നും കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഭയങ്കര ഇഷ്ടത്തോടെ നോക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മച്ചി മടിയിൽ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ ബേബീൻ്റെ നമ്മൾ ഭയങ്കര ഉഷാറായിട്ടേക്കും കഴിക്കുക അല്ലേ, വലിയ പരിപാടിയായിരിക്കും. എല്ലാ കുടുംബത്തിലും അവിടെയും ഇവിടെ എല്ലാവരെയും വിളിച്ച് വലിയ പരിപാടിയായിരിക്കും. പിന്നെ രണ്ടാമത്തേന് നമ്മൾ കണക്ക് വയ്ക്കും, 2, 3 പിന്നെ കണക്ക് തന്നെ വയ്ക്കും. പിന്നെ മോൻ്റെന് ഞാൻ രണ്ടാമത്തേന് അത്യാവശ്യം കുറച്ച് വലിയ പരിപാടി തന്നെയായിരുന്നു കേട്ടോ, വലുതല്ലെങ്കിലും. പിന്നെ നമ്മൾ ഇതുവരെ രണ്ടാളേനും അറവ് ചെയ്തിട്ടില്ല, അറവ് കൊടുത്തിട്ടില്ല. അപ്പോൾ അറവ് ഒരു ഉപ്പച്ചി വന്നിട്ട് 3ആൾക്കും കൂടെ ഒരുമിച്ച് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ മുടിയാളയിലൊക്കെ കഴിഞ്ഞ് അമ്പുട് വേറെ ആളായിട്ടുണ്ട് കേട്ടോ, മുഖമൊക്കെ ഒന്ന് മാറിപ്പോയിക്കണേ. അപ്പോൾ മക്കൾ പറയുന്നുണ്ട് വേണ്ടേനുമ്മ വെട്ടണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.